പ്രിയപ്പെട്ടവരെ നമസ്കാരം, സനോജാണ്. ഞാനിന്ന് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ തന്നെയാണ് കേട്ടോ. മുണ്ടൂർ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ വിറ്റുപോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മുണ്ടൂർ പഞ്ചായത്തിൽ ഉള്ള ഒരു സ്ഥലമാണ് ഞാനിന്ന് കാണിക്കുന്നത്. പാലക്കാട് നിന്ന് മുണ്ടൂരിലേക്ക്, അതായത് മണ്ണാർക്കാട് ചെറുപ്പശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് 8.5 സെൻറ്റ് സ്ഥലം കൊടുക്കാണ്ട്. അപ്പോൾ 100 മീറ്റർ 150 മീറ്റർ മാത്രം അകത്തോട്ട് മാറിയിട്ടാണ് നമ്മുടെ ഈ പ്ലോട്ട് കിടക്കുന്നത്, ഹൈവേയോട് ചേർന്ന് കേട്ടോ. അപ്പോൾ ഒരുപാട് വീടുകളൊക്കെ ഉള്ളൊരു ഹൗസിംഗ് കോളനിയിലാണ് നമ്മുടെ ഈ പ്ലോട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്ലോട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇത് പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് ഉള്ളത്. ഇവിടെ ഒരു മഹേന്ദ്രയുടെ ഒരു ഷോറൂമൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രാമീണ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. ഇതിനടുത്തായിട്ട് തന്നെയാണ് സീനായി ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പ്ലോട്ടിലേക്ക് ഏകദേശം ഹൈവേയിൽ നിന്ന് 100 മീറ്റർ മാത്രം ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്ന വഴിയൊക്കെ ടാറിങ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട്, നമുക്ക് പെട്ടെന്ന് കാണില്ല, പക്ഷേ ആ ഭാഗത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഒരുപാട് വീടുകളുണ്ടാകും. ഒരു വീടിൻ്റെ മതിലാണ് കാണുന്നത്. ഇതൊരു വീടിൻ്റെ കോമ്പൗണ്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്തെത്തിയിരിക്കും കേട്ടോ. നമ്മുടെ സ്ഥലത്തിന് മുമ്പിലായിട്ട് തന്നെ ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ 8.5 സെൻറ്റ് സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് വീടുകളും അതുപോലെ ടാറിട്ട റോഡൊക്കെ ആയിട്ടുള്ള ഒരു 8.5 സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്നത്. നല്ല വീട് വയ്ക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സ്ക്വയർ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. റോഡിൽ നിന്ന് മാറി എന്നാൽ റോഡിനോടൊക്കെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. യാതൊരുവിധ ശല്യങ്ങളും ഇല്ല, നമുക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒരുപാട് ആളുകളോ അല്ലെങ്കിൽ ഒരുപാട് ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത റോഡിൽ നിന്ന് മാറിയിട്ട് എന്നാൽ ടൗണിനോട് അടുത്ത് കിടക്കുന്ന നമ്മുടെ ഈ സ്ഥലം. എന്തായാലും നമുക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരൊക്കെ ഒന്ന് കാണാം. ഇത് മുമ്പിലുള്ള അതിരാണ്, ഈ വലത് ഭാഗത്ത് കാണുന്നത്. ഇത് ഈ പച്ചപ്പ് കാണുന്ന സ്ഥലം നമ്മുടെ വേറൊരു അതിരാണ്. അപ്പോൾ എന്നാലും അങ്ങോട്ട് പോകാം. ചെറുതായിട്ട് മരത്തിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു തടസ്സമുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ അതിരൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. നല്ല നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണ് തന്നെയാണ് കേട്ടോ. നല്ല ചുവപ്പ് മണ്ണാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും അതിൽ 2-3 തേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അതിര്, നമ്മുടെ ഈ മരത്തിൻ്റെ ഈ ഇപ്പുറത്ത് കാണുന്ന ഒരു കമ്പി വേലി കെട്ടികളാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിര് കേട്ടോ. ആ മതിൽ വരെ നമ്മുടെ സ്ഥലത്തിൻ്റെ അതിര് പോകുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഒരുപാട് വീടുകൾ, നല്ല നല്ല അടിപൊളി വീടുകൾ നമ്മുടെ പ്ലോട്ടിൻ്റെ അപ്പുറത്തുണ്ട്. നല്ല ഫാമിലീസൊക്കെ താമസിക്കുന്ന നല്ല ഒരു ഹൗസിംഗ് കോളനിയാണ് നമ്മുടെ അപ്പുറത്തുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് വിലയിലേക്ക് വരാം. നാഷണൽ ഹൈവേയോട് ചേർന്ന് നമുക്കൊരു 100 മീറ്റർ മാത്രം ദൂരത്ത് കിടക്കുന്ന നമ്മുടെ ഈ 8.5 സെൻറ്റ് സ്ഥലത്തിൻ്റെ വില എന്ന് പറയുന്നത് 1 സെൻറ്റിന് 3 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞൊരു വലിയ വിലയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഹൈവേയോട് ചേർന്ന് ഭയങ്കര വിലയാണ്. അപ്പോൾ 3 ലക്ഷം രൂപ പറഞ്ഞാൽ ന്യായമായിട്ടുള്ളൊരു വിലയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ അപ്പോൾ വെള്ളം കിട്ടുമെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത കിണർ, എല്ലാ വീട്ടിലും കിണറുണ്ട് കേട്ടോ. എന്നിരുന്നാലും ഒരു വീട് പണി നടക്കുന്നൊരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഈ വെള്ളം ഉണ്ടോ നോക്കാം നമുക്ക്. കാരണം എല്ലാവരും ചോദിക്കുന്നത് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറ്. അപ്പോൾ എന്തായാലും ആ ഒരു കിണർ ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ആ വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി കിണറാണ് കേട്ടോ. അടി മുതൽ മോള് വരെ ഇഷ്ടി കൊണ്ട് കെട്ടിയിട്ടുള്ളൊരു കിണറാണ്. എന്തായാലും നല്ല വെള്ളമുണ്ട് കേട്ടോ. നല്ല ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു കിണർ തന്നെയാണ്. അപ്പോൾ വെള്ളം കണ്ട സ്ഥിതിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കിടലും വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.